നമസ്കാരം. കേരളത്തെ ഞെട്ടിച്ച പെരുമ്പാവൂർ ജിഷ കൊലപാതക കേസിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. 2016 ഏപ്രിൽ 28 നടന്ന അക്രൂരമായ കൊലപാതകവും പിന്നീട് കേരള പോലീസ് നടത്തിയ അതിവിദഗ്ധമായ അന്വേഷണവും നമുക്കൊന്ന് ഓർത്തെടുക്കാം. അന്നൊരു സാധാരണ ദിവസമായിരുന്നു. വൈകുന്നേരം അമ്മ വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് ആ നടുക്കുന്ന കാഴ്ച കാണുന്നത്. രക്തത്തിൽ കുളിച്ച് മൃഗീയമായി ആക്രമിക്കപ്പെട്ട നിലയിൽ മകൾ ജിഷയുടെ മൃതദേഹം. പോലീസ് എത്തി പരിശോധനകൾ തുടങ്ങി. പക്ഷേ കൊലയാളി അവശേഷിപ്പിച്ചത് ആകെ ഒരു ജോഡി ചെരുപ്പുകൾ മാത്രം. അതല്ലാതെ മറ്റൊരു തുമ്പും ആദ്യഘട്ടത്തിൽ പോലീസിന് ലഭിച്ചില്ല. കേസിന്റെ തുടക്കത്തിൽ പോലീസ് ശരിക്കും ഇരുട്ടിൽ തപ്പുകയായിരുന്നു. ജിഷയുടെ വസ്ത്രത്തിൽ നിന്ന് കൊലയാളിയുടേതെന്ന് സംശയിക്കുന്ന DNA സാമ്പിൾ ലഭിച്ചു. ഇതൊരു വലിയ തെളിവായിരുന്നു. പക്ഷേ ആരുടെയാണ് ഈ DNA? നാട്ടുകാരുടെയും അയൽവാസികളുടെയും DNA ശേഖരിച്ച് പരിശോധിക്കാൻ ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല. അങ്ങനെ ആ വഴിക്കുള്ള അന്വേഷണം ഏറെക്കുറെ നിലച്ചു. അപ്പോഴാണ് പോലീസ് അന്വേഷണത്തിന്റെ ഗതി മാറ്റുന്നത്. ഡിജിറ്റൽ ഫോറൻസിക്സ്, അതായത് മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക് അവർ തിരിഞ്ഞു. സംഭവം നടന്ന സമയത്ത് പെരുമ്പാവൂരിലെ ടവറുകൾക്ക് കീഴിലുള്ള ലക്ഷക്കണക്കിന് ഫോൺ കോളുകൾ പരിശോധിച്ചു. പക്ഷെ സംശയാസ്പദമായി ഒന്നും കണ്ടെത്താനായില്ല. ഇവിടെയാണ് അന്വേഷണത്തിൽ ഒരു വഴിത്തിരിവുണ്ടാകുന്നത്. കൊലപാതകത്തിന് ശേഷം ആ പ്രദേശത്ത് സ്വിച്ച് ഓഫ് ആയ ഫോണുകളെക്കുറിച്ച് പോലീസ് അന്വേഷിക്കാൻ തുടങ്ങി. ദിവസങ്ങളുടെ പരിശോധനയ്ക്കൊടുവിൽ അവർ ഒരു നമ്പർ കണ്ടെത്തി. കൊലപാതകം നടക്കുന്നതിന് കുറച്ചു മണിക്കൂറുകൾക്ക് മുൻപ് സ്വിച്ച് ഓഫ് ആകുകയും കൊലപാതകത്തിന് ശേഷം പുതിയൊരു ഫോണിൽ ഈ സിം കാർഡ് ഓൺ ആകുകയും ചെയ്തു. ആസാം സ്വദേശിയുടെ പേരിലുള്ള സിം കാർഡായിരുന്നു അത്. പോലീസ് അയാളെ ചോദ്യം ചെയ്തു. അപ്പോൾ താൻ ആ സിം കാർഡ് 2 വർഷം മുൻപ് തന്റെ സുഹൃത്തായ അമീർ എന്നയാൾക്ക് വിറ്റതാണെന്ന് മൊഴി നൽകി. അതോടെ പോലീസിന്റെ മുഴുവൻ ശ്രദ്ധയും അമീർ എന്ന പേരിലേക്ക് തിരിഞ്ഞു. പിന്നീട് നടന്നത് ഒരു സിനിമയെ വെല്ലുന്ന അന്വേഷണമായിരുന്നു. പോലീസ് അമീറിന്റെ പുതിയ ഫോണിന്റെ IMEI നമ്പർ ഉപയോഗിച്ച് അയാളെ പിന്തുടരാൻ തുടങ്ങി. അയാൾ പെരുമ്പാവൂരിൽ നിന്ന് കടന്നുകളഞ്ഞെന്ന് അവർക്ക് മനസ്സിലായി. ആദ്യം ആസാമിലേക്ക് പോയ പോലീസ് സംഘത്തിന് നിരാശയായിരുന്നു ഫലം. അമീർ അപ്പോഴേക്കും ബംഗാളിലേക്ക് കടന്നിരുന്നു. അവിടെ എത്തിയപ്പോൾ അയാൾ ചെന്നൈയിലേക്ക് പോയിരിക്കുന്നു എന്ന വിവരമാണ് ലഭിച്ചത്. അമീർ ഓരോ തവണ പുതിയ ഫോണുകൾ ഉപയോഗിച്ച് പോലീസിനെ വെട്ടിക്കാൻ ശ്രമിച്ചെങ്കിലും സൈബർ വിദഗ്ധരുടെ സഹായത്തോടെ പോലീസ് അയാളുടെ ഓരോ നീക്കവും നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ 46 ദിവസങ്ങൾക്ക് ശേഷം തമിഴ്നാട്ടിലെ കാഞ്ചീപുരത്തുള്ള ഒരു ഫാക്ടറിയിൽ അമീർ ജോലി ചെയ്യുന്നുണ്ടെന്ന് പോലീസിന് വിവരം ലഭിച്ചു. അവിടെയും ഒരു പ്രശ്നമുണ്ടായിരുന്നു. ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന 100 കണക്കിന് അന്യസ്ഥാന തൊഴിലാളികളിൽ നിന്ന് എങ്ങനെ അമീറിനെ തിരിച്ചറിയും? പോലീസ് പെരുമ്പാവൂരിൽ നിന്ന് അമീറിന്റെ കൂടെ ജോലി ചെയ്തിരുന്ന ചിലരെ കാഞ്ചീപുരത്തേക്ക് കൊണ്ടുപോയി. അവരുടെ സഹായത്തോടെ പോലീസ് അമീറിനെ കൃത്യമായി തിരിച്ചറിഞ്ഞു. 2016 ജൂൺ 14, അതായത് കൊലപാതകം നടന്ന് 46 ദിവസങ്ങൾക്ക് ശേഷം കേരള പോലീസ് അമീറുൽ ഇസ്ലാമിനെ അറസ്റ്റ് ചെയ്തു. കേരളത്തിലെത്തിച്ചു നടത്തിയ DNA പരിശോധനയിൽ ജിഷയുടെ വസ്ത്രത്തിൽ നിന്ന് ലഭിച്ച DNA അമീറിൻ്റെതാണെന്ന് ശാസ്ത്രീയമായി തെളിഞ്ഞു. അതോടെ കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു കൊലപാതക കേസിന്റെ ചുരുളഴിയുകയായിരുന്നു. ഒരു ജോഡി ചെരുപ്പിൽ നിന്ന് തുടങ്ങി മൊബൈൽ ഫോൺ രേഖകളിലൂടെയുള്ള അതിവിദഗ്ധമായ അന്വേഷണമാണ് ഒടുവിൽ പ്രതിയെ കുടുക്കിയത്.